നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി കരിയന്നൂർ കുന്നിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തുന്ന മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധം. മണ്ണിടിച്ചിൽ അനുഭവപ്പെടുന്ന കുന്നിലെ മണ്ണെടുപ്പ് വലിയ ദുരന്തത്തിന് ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 19-ാം വാർഡിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കരിയന്നൂർ നഗറിന് മുകളിലുള്ള കുന്നിലാണ് മണ്ണെടുപ്പ് നടക്കുന്നത്. മൊബൈൽ ടവർ നിർമ്മാണത്തിന് വേണ്ടിയാണ് ആഴത്തിൽ കുന്നിടിച്ച് മണ്ണെടുക്കുന്നത്. പൊതുവെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന കുന്നാണിത്. കഴിഞ്ഞ പ്രളയകാലങ്ങളിൽ കുന്നിന്റെ പല ഭാഗങ്ങളിലും വിള്ളലുണ്ടാവുകയും നീരൊഴുക്ക് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. പഞ്ചായത്തും റവന്യൂ ജിയോളജി വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശവാസികളെ ദിവസങ്ങളോളം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. കുന്നുകൾ 2 വിഭാഗമായിട്ടാണ് പൊട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇവിടുന്ന് ക്യാമ്പിലേക്ക് മാറി താമസിക്കേണ്ട ഒരു അവസരം വന്നിരുന്ന സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത്. കുന്നിന്റെ മറുഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന വലിയ കരിങ്കൽ ക്വാറികൾ ഉള്ളതും ഭീഷണിയാണ്. മഴ പെയ്താൽ മണ്ണെടുപ്പ് നടത്തുന്ന സ്ഥലത്തുനിന്നും വലിയ ഉരുളൻ പാറകളും മണ്ണും താഴെയുള്ള വീടുകളിലേക്ക് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ ചുറ്റും കോറികളാണ്, നിറച്ച് വെള്ളമുണ്ട്. ആ കോറികളൊക്കെ വിള്ളൽ ആയിട്ട് നിൽക്കണ ഒരു കോറികളാണ്. അത് ഞങ്ങൾക്കൊരു ഭീഷണിയാണ്. അതുകൊണ്ട് ഈ ടവർ ഇവിടെ വരാൻ പാടില്ല എന്നുള്ള തന്നെ ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം. അതുകൊണ്ട് ഇത് പാടില്ല എന്ന് തന്നെയാണ്. പ്രണയകാലത്ത് ഞങ്ങൾ തന്നെ എല്ലാവരും ഇവിടുന്ന് 2-3 പ്രാവശ്യം മാറ്റി താമസിച്ചതാണ്. അപ്പോൾ ഇവിടെ കിടപ്പ് രോഗികളുണ്ട്. അവർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ കൊണ്ട് ഓടാനൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങളിതിനെ ഒറ്റ പ്രതികരണം എല്ലാവരും കൂടിയിട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ടവർ ഇവിടെ പാടില്ല എന്നുള്ളതാണ്. കുന്നിൻ ചെരുവിലുള്ള 60-ലധികം വീടുകളാണ് അപകട ഭീഷണി നേരിടുന്നത്. മണ്ണെടുപ്പ് തടഞ്ഞ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടിറങ്ങുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. വയ്യാതെ കിടക്കുന്ന രോഗികളടക്കം, കിടപ്പ് രോഗികളടക്കം ഇവിടെ അടുത്ത് തൊട്ട വീടുകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നിർമ്മാണം ഇവിടെ നടത്താൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ ഇതിനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ ടവർ നിർമ്മാണം ഇവിടെ ഇനിയും 3 ദിവസം എടുത്ത മണ്ണാണ് ഇത്. ഇനിയും ഇതിൽ പ്രവർത്തിപ്പോൾ ഞങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഇത് നിർത്തിവെച്ചത്. ഇനിയും ഇത് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് നടക്കാൻ പാടില്ല എന്നാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കരിയന്നൂരിൽ ജനവാസ കേന്ദ്രത്തിന് സമീപമുള്ള കുന്നിൽ നടക്കുന്ന മണ്ണെടുപ്പ് തടയാൻ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന കുന്നിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിന് വേണ്ടിയാണ് മണ്ണെടുപ്പ് നടത്തുന്നത്. വാർഡ് മെമ്പർ NK കബീർ ചെയർമാനും TR ഉദയൻ കൺവീനറും PV സത്യൻ ട്രഷററുമായാണ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള മണ്ണെടുപ്പ് തടയണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, പഞ്ചായത്ത് സെക്രട്ടറി, ജിയോളജി വകുപ്പ്, MLA എന്നിവർക്ക് പരാതി നൽകി. ഇതിന്റെ ഭാഗമായി ജിയോളജി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള വെട്ടിക്കടവ് റോഡ് നവീകരണം തുടങ്ങി. 3 കോടി രൂപ ചെലവിൽ BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പണികളാണ് ആരംഭിച്ചത്. നിർമ്മാണം AC മൊയ്തീൻ MLA സന്ദർശിച്ച് വിലയിരുത്തി. 2 കിലോമീറ്ററോളം ദൂരമുള്ള ഈ ഭാഗം കൂടി BMBC നിലവാരത്തിലേക്ക് എത്തുന്നതോടെ ചിറക്കൽ സെന്ററിനെ കുന്നംകുളവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളെല്ലാം BMBC ആകും. കാസർഗോഡ് ആസ്ഥാനമായ CH കൺസ്ട്രക്ഷൻ എന്ന കരാർ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. അടുത്ത മഴക്കാലത്തിന് മുമ്പായി നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് ജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് MLA പറഞ്ഞു. കൈപ്പറമ്പ് വേലൂർ കനാൽ റോഡിൽ കുറുമാൽ കനാൽ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു വീണു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന റോഡിന്റെ സമീപത്തുള്ള കെട്ടിടത്തിന്റെ പിറകുവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കെട്ടിടം പൊളിച്ചു നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഇറിഗേഷൻ അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും
പൊളിച്ചുനീക്കൽ ആരംഭിച്ചിട്ടില്ല. തലക്കോട്ടുകര കൈപ്പറമ്പ് വിദ്യാ കോളേജ് റോഡിന് മുൻവശത്തെ റോഡ് പണി ആരംഭിച്ച സാഹചര്യത്തിൽ നിരവധി വാഹനങ്ങളാണ് സമാന്തര റോഡ് ഉപയോഗിക്കുന്നത്. അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിന്റെ തകർന്ന ഭാഗം പൊളിച്ചു നീക്കി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ജീവന് സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് വാർഡ് മെമ്പർ കവിത ബൈജു പറഞ്ഞു. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കണ്ടിട്ട് നമ്മൾ പഞ്ചായത്തിൽ ഇറിഗേഷനിൽ പരാതി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിനുള്ള മേൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് ഓടുകൾ പൊട്ടി വീണു. ഇപ്പോൾ ഇതിൽ ഒരുപാട് വഴിയാത്രക്കാരും കുട്ടികളും ഒക്കെ നടക്കുന്നതും വണ്ടിയിൽ പോകുന്നതൊക്കെയാണ്. അപ്പോൾ വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കേണ്ട കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. ഈ കാണുന്ന പഴയകാലത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കൗട്ട് വാച്ച്മാൻമാർ താമസിക്കുന്ന കെട്ടിടമാണ്. 10-30 വർഷത്തോളമായിട്ട് ഈ കെട്ടിടം ഉപയോഗശൂന്യമാണ്. ഈ പ്രദേശത്ത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിഷേധത്തിനെതിരെ ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റി യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു. BJP സർക്കാരിന്റെ തൊഴിൽ നിഷേധത്തിനെതിരെയും കേരള ബദലിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും നടത്തിയ മാർച്ച് ചിറ്റണ്ട സെന്ററിൽ നിന്നും ആരംഭിച്ച് കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ സമാപിച്ചു. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി മിഥുൻലാൽ ക്യാപ്റ്റനായും ജോയിന്റ് സെക്രട്ടറി ആര്യ വൈസ് ക്യാപ്റ്റനായും പ്രസിഡന്റ് US അശ്വിൻ മാനേജരുമായുള്ള ജാഥ വിവിധ യൂണിറ്റുകളുടെയും വർഗ ബഹുജന സംഘടനകളുടെയും സ്വീകരണം ഏറ്റുവാങ്ങി. സമാപന സമ്മേളനം CPM ഏരിയ കമ്മിറ്റി അംഗം S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തായങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള ദേശവലത്തും പള്ളിവേട്ടയും നടന്നു. ഉത്സവത്തിന്റെ 7ാം വിളക്കു ദിവസമായ ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ദേശവലത്തിനുള്ള പുറപ്പാട് ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ഉത്സവാഘോഷവുമായി ബന്ധപ്പെട്ട വിശേഷാൽ പൂജകൾ നടന്നത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ദേശവലത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. രാത്രി 12:30 വേട്ടവിളി, പള്ളിവേട്ട എന്നിവയും നടന്നു. ബുധനാഴ്ച പുലർച്ചെ 1 മണിക്ക് പള്ളിക്കുറുപ്പ് ചടങ്ങുകളുമുണ്ടായി. ആറാട്ടു ദിവസം രാവിലെ 6-ന് പള്ളിക്കുറുപ്പ് ഉണർത്തലും തുടർന്ന് മുളയെടുക്കലും കാഴ്ചശീവേലിയും നടന്നു. 2ാം വിളക്ക് ദിവസം മുതൽ ക്ഷേത്രത്തിൽ ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ഉഷപൂജ, ശീവേലി, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ദീപാരാധന, തായമ്പക തുടങ്ങിയവ അരങ്ങേറി. ദിവസവും വൈകിട്ട് 6 മണി മുതൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളുടെ അവതരണവും നടന്നിരുന്നു. ലോകമെമ്പാടും സുറിയാനി സഭകൾ പാതി നോമ്പ് ആചരിച്ചു. വലിയ നോമ്പ് ആരംഭിച്ച് പകുതി ദിവസമാകുമ്പോഴാണ് പാതി നോമ്പ് ആചരിക്കുന്നത്. തുടർന്ന് ആത്മതപനത്തിൻ്റെയും കഠിനവ്രതത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസങ്ങളാണ്. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ രാവിലെ 7-ന് വികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് കുർബാനയർപ്പിച്ചു. പള്ളിയുടെ മധ്യത്തിൽ പകുതി നോമ്പിലെ നോർത്തേയിൽ സ്ലൈബ സ്ഥാപന ശുശ്രൂഷയുമുണ്ടായിരുന്നു. പാതി നോമ്പിനോടനുബന്ധിച്ച് ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇണ്ടേറിയപ്പം എന്ന പലഹാരമുണ്ടാക്കുന്ന പതിവ് കുന്നംകുളം, പഴഞ്ഞി മേഖലകളിൽ ഉണ്ട്. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. മാർച്ച് 19 വ്യാഴാഴ്ചയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കൊടികയറ്റ് കർമ്മം രാമനാഥപുരം രൂപത മൈനർ സെമിനാരി ഫാദർ ജസ്റ്റിൻ തടത്തിൽ നിർവഹിച്ചു. വികാരി ഫാദർ ജോയ് ചിറ്റിലപ്പിള്ളി സഹകാർമ്മികനായി. തുടർന്നുള്ള നവനാൾ ദിനങ്ങളിൽ വൈകിട്ട് കുർബാന, ലതീഞ്ഞ്, നൊവേന, കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കാഴ്ച സമർപ്പണം എന്നിവയുണ്ടാകും. തിരുനാൾ ദിവസമായ വ്യാഴാഴ്ച രാവിലെ 6-ന് കുർബാന, ഊട്ടാശീർവാദം, തുടർന്ന് 10-ന് നടക്കുന്ന ആഘോഷമായ റാസ കുർബാനയ്ക്ക് ഫാദർ ബിജു പാടേങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഫിജോ ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ സഹകാർമ്മികനാകും. തുടർന്ന് നേർച്ച സദ്യയും ഉണ്ടാകും. ആഘോഷ പരിപാടികൾക്ക് കൈക്കാരന്മാരായ ആളൂർ വർഗീസ് ബാബു, മുരിങ്ങത്തേരി ലാസർ സണ്ണി, മുരിങ്ങത്തേരി ലാസർ ലിയോൺ, ജനറൽ കൺവീനർ അന്തിക്കാട് ഫ്രാൻസിസ് വിൽസൺ, ജോയിന്റ് കൺവീനർമാരായ ആളൂർ ഔസേപ്പ് ലേവി, ചിറയത്ത് ആൻസൺ സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകും. ക്രൈസ്തവ വിശ്വാസികൾ വലിയ നോമ്പിന്റെ ഭാഗമായി പാതി നോമ്പ് ആചരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ രാവിലെ ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണിൽ സ്ലീബ പ്രദക്ഷിണവും സ്ലീബ ആഘോഷത്തിനുശേഷം
പള്ളിയിൽ ഹൈക്കാലയുടെ മധ്യഭാഗത്ത് ഗോകുൽത്ത സ്ഥാപിച്ച് വിശുദ്ധ സ്ലീബ ഉയർത്തി. തുടർന്ന് കുർബാന പൂർത്തീകരിച്ചു. പാതിനോമ്പ് ദിവസം പഴമയുടെ ഓർമ്മ പുതുക്കി വീടുകളിൽ പരമ്പരാഗതമായ ഇണ്ടേറി പലഹാരവും ഉണ്ടാക്കി. ഇനിയുള്ള 25 ദിനങ്ങളിൽ പള്ളികളിലെത്തുന്ന വിശ്വാസികൾ വിശുദ്ധ സ്ലീബ വണങ്ങും. കടൽ കടന്ന് കേരളത്തിന്റെ ശാസ്ത്ര പ്രതിഭകൾ. മുണ്ടൂർ നിർമ്മൽ ജ്യോതി സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുബായ് AI സയൻസ് ഫിനാലയിലേക്ക്. അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ അഭിമാനമാകാൻ ഒരുങ്ങുകയാണ് മുണ്ടൂർ നിർമ്മൽ ജ്യോതി സ്കൂളിലെ കൊച്ചു ശാസ്ത്രജ്ഞർ. ദുബായിൽ നടക്കാനിരുന്ന AI സയൻസ് എക്സിബിഷൻ മെഗാ ഫിനാലയിൽ പങ്കെടുക്കാൻ ഈ വിദ്യാലയത്തിലെ 3 വിദ്യാർത്ഥികൾക്ക് അർഹത ലഭിച്ചു. ജോസ് പ്രിൻസി ദമ്പതികളുടെ മകൻ 6ാം ക്ലാസ് വിദ്യാർത്ഥി അഭിജോ ജോസ്, ജോം ടീജ ദമ്പതികളുടെ മകൻ റയാൻ ജോം, ചാലക്കൽ ഷാജു ജൂലി ദമ്പതികളുടെ മകൻ ഡെയിൻ ഷാജു എന്നിവരാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 40ഓളം വിദ്യാലയങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ കാറ്റഗറി 1 വർക്കിംഗ് മോഡൽ വിഭാഗത്തിലാണ് ഇവർ വിജയികളായത്. പ്രകൃതിദത്തമായ ഊർജ്ജ സ്രോതസ്സുകളെ ഫലപ്രദമായി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് കുട്ടികൾ പ്രോജക്ട് അവതരിപ്പിച്ചത്. അന്തരീക്ഷ മലിനീകരണം പൂർണ്ണമായും ഇല്ലാതാക്കി ഭാവി തലമുറയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഊർജ്ജം വിനിയോഗിക്കുന്ന ഈ ശാസ്ത്ര മാതൃക ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഏപ്രിൽ അവസാന വാരത്തിൽ ദുബായിൽ വെച്ചാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുക. പ്രിൻസിപ്പൽ സിസ്റ്റർ മേഴ്സി ജോസഫ് SH, അധ്യാപകർ, സഹപ്രവർത്തകർ എന്നിവർ നൽകിയ അകമഴിഞ്ഞ പിന്തുണയാണ് തങ്ങളുടെ വിജയത്തിന് പിന്നിലെന്ന് കൊച്ചുമിടുക്കന്മാർ പറഞ്ഞു. വടക്കേക്കാട് ഞമനേങ്ങാട് സ്വദേശിയെ ബാംഗ്ലൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തണ്ടേങ്കാട്ടിൽ ദിലീപ് മകൻ 27 വയസ്സുള്ള ദിൽജിത്തിനെയാണ് ബാംഗ്ലൂർ എയർപോർട്ട് റോഡിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 7:30 മുറിയിൽ നിന്ന് വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടുകാർക്ക് വിവരം ലഭിക്കുന്നത്. നാട്ടിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം സംസ്കാരം കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടത്തി. സിന്ധു മാതാവും നവനീത് സഹോദരനുമാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിഷേധത്തിനെതിരെ ഡിവൈഎഫ്ഐ കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു. ചൊവ്വലൂർ പാരീസിൽ നിന്നും ആരംഭിച്ച യൂത്ത് മാർച്ച് പുല്ലാനിക്കുന്നിൽ സമാപിച്ചു. യൂത്ത് മാർച്ചിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KA അഖിൽ നിർവഹിച്ചു. UM ഗോപകുമാർ ക്യാപ്റ്റനായും കീർത്തി സജീഷ് വൈസ് ക്യാപ്റ്റനായും VA അരുൺ മാനേജരുമായ യൂത്ത് മാർച്ചിന്റെ സമാപനത്തോടനുബന്ധിച്ചു ചേർന്ന പൊതുയോഗം മുൻ ജില്ലാ സെക്രട്ടറി PB അനൂപ് ഉദ്ഘാടനം ചെയ്തു. VA അരുൺ അധ്യക്ഷനായി. CPM കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, ലോക്കൽ കമ്മിറ്റി അംഗം വിനു ജോൺസൺ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗം സൗമ്യ ധനൻ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹികളായ റനീഷ്, രാകേഷ്, TK സുവീഷ്, V അരവിന്ദ് എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ പഠനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ PK ലൈനു, മാനേജർ ഫാദർ അനു ഉമ്മൻ, PTA പ്രസിഡന്റ് അനൂപ് ഫിലിപ്പോസ്, BRC കോർഡിനേറ്റർ മെർലിൻ ഷാജു, രമ്യ എന്നിവർ സംസാരിച്ചു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്കിറ്റ്, ഡാൻസ്, പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിശുദ്ധ ഭൂമികളായ മക്കയും മദീനയും സന്ദർശിച്ച് പ്രാർത്ഥനാ നിർഭരമായ മനസ്സിനൊപ്പം ഖദീജുമ്മ മനസ്സിൽ കൊണ്ടു നടന്ന മറ്റൊരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രമുറ്റം നേരിട്ടൊന്നു കാണണമെന്നത്. കഴിഞ്ഞ ദിവസം മകൻ ഗഫൂർ അഭിനയയുടെ കൈപിടിച്ച് ഗുരുഭവനപുരി ചുറ്റിക്കണ്ടതോടെ ആ ഉമ്മയുടെ ആഗ്രഹം പൂവണിഞ്ഞു. ഗുരുവായൂർ ഉത്സവത്തിന്റെ ആവേശത്തിനിടയിൽ മകനോടൊപ്പം ക്ഷേത്രനടയിലെത്തിയ ഖദീജുമ്മയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ റീൽസ് ഇതിനോടകം 3 ലക്ഷത്തിലധികം പേരാണ് കണ്ടത്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്നും മതസൗഹാർദ്ദത്തിന്റെ നേർചിത്രം എന്നുമാണ് വീഡിയോയ്ക്ക് ലഭിച്ച കമന്റുകൾ. കരിക്കാട് സ്വദേശിയായ ഗഫൂർ അഭിനയ സംവിധാനം ചെയ്ത ടാബ്ലോ ഗുരുവായൂർ ഉത്സവത്തിനോടനുബന്ധിച്ച് അവതരിപ്പിച്ചിരുന്നു. മത്സരത്തിൽ ഗഫൂർ ഒരുക്കിയ ടാബ്ലോയ്ക്കാണ് 1ാം സ്ഥാനം ലഭിച്ചത്. മകന്റെ കലാസൃഷ്ടി കാണാനും ഉത്സവത്തിന്റെ ജനത്തിരക്കും ആവേശം നേരിട്ടറിയാനുമാണ് ഖദീജുമ്മ ക്ഷേത്ര പരിസരത്തെത്തിയത്. മക്കയും മദീനയും അടക്കമുള്ള പ്രധാന മുസ്ലിം ആരാധനാലയങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഖദീജുമ്മയ്ക്ക് ഗുരുവായൂരിലെ ഉത്സവങ്ങളും അവിടുത്തെ ജനസമുദ്രവും വലിയ കൗതുകമായിരുന്നു. മകന്റെ വിജയത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷവും ആ മുഖത്തുണ്ടായിരുന്നു. അഭിനയഗുരുവും മേക്കപ്പ് കലാകാരനുമായ ഗഫൂർ മോണോആക്ട്, സ്കിറ്റ്, ടാബ്ലോ തുടങ്ങിയവ ഒരുക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. തൃശൂരിലെ പുലിക്കളിക്ക് സ്ഥിരമായി ഇദ്ദേഹം ടാബ്ലോ ഒരുക്കാറുണ്ട്. പലപ്പോഴും 1ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. ഉമ്മയ്ക്ക് എവിടെ പോകണമോ അതെല്ലാം സാധിപ്പിക്കുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യം എന്ന് ഗഫൂർ പറയുന്നു. അപ്പോൾ ഞാൻ ഉമ്മാനായിട്ടേ ഗുരുവായൂർ അമ്പലം ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ഓരമ്മമാർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണണം. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലം ഒന്ന് കണ്ടിട്ട് വരാം.
മതാതീതമായ സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും സന്ദേശമാണ് ഗദീജുമയുടെയും ഗഫൂറിന്റെയും ഈ യാത്രയ്ക്ക് പകരുന്നത്. വിദ്വേഷ വിചാരണകൾക്കിടയിൽ മനുഷ്യത്വത്തിന്റെ വലിയൊരു മാതൃകയായാണ് ഈ ദൃശ്യങ്ങളെ സൈബർ ലോകം ഏറ്റെടുത്തിരിക്കുന്നത്. 2020 ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയനായകനായ സഞ്ജു സാംസണ് അഭിവാദ്യമർപ്പിച്ച് കെ കരുണാകരൻ ഫൗണ്ടേഷൻ പ്രവർത്തകർ പ്രകടനം നടത്തി. മന്നലാങ്കുന്ന് സെന്ററിൽ നിന്ന് ആരംഭിച്ച് ബീച്ചിൽ സമാപിച്ചു. ചെയർമാൻ ഷാഹുൽ പള്ളത്തിന്റെ അധ്യക്ഷതയിൽ രക്ഷാധികാരി ബിനേഷ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. താച്ചു കരിയാടൻ, യൂസുഫ് തണ്ണിത്തുറക്കൽ, കെ എ നവാസ്, അഷ്റഖ് പൂവത്തിങ്കൽ, ഷിഹാബ് പുളിക്കൽ, PG അതുൽ, ഷെരീഫ് എന്നിവർ സംസാരിച്ചു. PA അഹദ്, KK കബീർ, നിസാർ കിഴക്കൂട്ട്, റംഷാദ് പള്ളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ നൽകുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോകുന്ന നിലപാടിനെതിരെ KSKTU കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MB പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. KB ഷിബു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കൺവീനർ MS വിനോദ്, NK ഹരിദാസൻ, ഓമന ബാബു, വി രാജൻ, സന്തോഷ് കൊളത്തേരി, ബിന്ദു ധർമ്മൻ, മഞ്ജുനാഥൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പെരുമ്പിലാവ് പ്രിയ റോഡിൽ പെരിങ്ങാവിൽ അബ്ദുള്ള സുലൈഖ ദമ്പതികൾ തയ്യാറാക്കുന്ന പച്ചക്കറിയും ഇറച്ചിയും ആരോഗ്യദായകമായ കൂട്ടും ചേർത്തൊരുക്കുന്ന യമൻ ടച്ച് ബിരിയാണി കഞ്ഞി വൈറലാകുന്നു. അറേബ്യൻ മോഡലിൽ ഒരുക്കിയ ഈ വിഭവം വിശുദ്ധ റമളാനിലെ എല്ലാ ദിവസവും പെരുമ്പിലാവിലെ മസ്ജിദുർ റഹ്മ, അല്ലൂർ മസ്ജിദ് എന്നിവിടങ്ങളിൽ 200ഓളം പേർക്കായി വിളമ്പുന്നുണ്ട്. യമൻ ടച്ച് ബിരിയാണി കഞ്ഞി കുടിക്കുവാൻ സമീപ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. 6 വർഷം മുൻപ് പ്രദേശത്തെ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന പരേതനായ മേലേടത്ത് നൂറാനിക്കയാണ് യമൻ ടച്ച് കഞ്ഞിയുടെ രുചിക്കൂട്ട് രഹസ്യം അബ്ദുള്ള സുലൈഖ ദമ്പതികൾക്ക് കൈമാറിയത്. ഇതോടെ പിന്നീടുള്ള വർഷങ്ങൾ കഞ്ഞി ഇവരുടെ വീട്ടടുക്കളയിൽ പാചകം ചെയ്ത് ഇവർ തന്നെ പള്ളികളിൽ എത്തിച്ചു നൽകുകയാണ്. ദിനംപ്രതി 200ഓളം പേർ നോമ്പുതുറയോടനുബന്ധിച്ച് സൗജന്യമായി വിതരണം ചെയ്യുന്ന കഞ്ഞി കുടിക്കുവാനും പാഴ്സൽ കൊണ്ടുപോകാനും ഇവിടെ എത്താറുണ്ട്. 2 തലമുറകൾക്ക് മുൻപ് പൊന്നാനിയിൽ എത്തിയ യമനികളിൽ നിന്നാണ് കഞ്ഞിക്കൂട്ട് രഹസ്യം നൂറാനിക്ക മനസ്സിലാക്കിയത്. യമനിലെ പ്രധാന വിഭവങ്ങളിൽ ഒന്നായ ഈ കഞ്ഞി പാചകം ചെയ്യുന്ന വിധം പഠിക്കുകയും തലമുറകൾക്ക് കൈമാറുകയുമായിരുന്നു. വഴുതന, ബീൻസ്, ഉരുളക്കിഴങ്ങ്, പച്ചപ്പയർ, അരി എന്നിവ കൂടാതെ ഏതെങ്കിലും മാംസവും ചേർക്കും. തുടർന്ന് നന്നായി വേവിച്ച ശേഷം ചെറുള്ളിയും മസാലയുമായുള്ള പ്രത്യേക കൂട്ടും ചേർത്ത് ഇളക്കി നെയ്യ് ചേർത്താൽ ബിരിയാണി കഞ്ഞി റെഡിയാകും. ദിനംപ്രതി 3000ഓളം രൂപ ചെലവ് വരുന്ന കഞ്ഞി നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കായി പള്ളികളിൽ വിതരണം ചെയ്യുന്നത് മസ്ജിദ് റഹ്മ മഹല്ല് സെക്രട്ടറി PA ഷഹീദ്, കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് കുട്ടി പാതാക്കര, KM അബ്ദുറഹ്മാൻ, മസ്ജിദ് നൂർ പ്രസിഡന്റ് MA കമറുദ്ദീൻ, ട്രഷറർ MN സലാഹുദ്ദീൻ, ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിലാണ്. ലഹരിവർജന മിഷൻ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹകരണത്തോടെ 5ാം ഘട്ടം കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് ICDS നേതൃത്വം നൽകിയ ഒല്ലൂർ നിയോജകമണ്ഡലം തല കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം ഒല്ലൂർ MLAയും റവന്യൂ ഭവന നിർമ്മാണ മന്ത്രിയുമായ K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷയായി. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രാജി ഗിരിജ, ICDS CDPO KL രമ, എക്സൈസ് തൃശൂർ സർക്കിൾ ഇൻസ്പെക്ടർ S പ്രമോദ് എന്നിവർ സംസാരിച്ചു. എക്സൈസ് തൃശൂർ റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ K ലത്തീഫ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിനും പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നിന്നും ആരംഭിച്ച ലഹരിവിരുദ്ധ സന്ദേശ റാലി ഒല്ലൂക്കര സെന്റർ ചുറ്റി സമാപിച്ചു. വന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്ട് ലാബിന് തുടക്കമായി. കലാധ്യാപകൻ രാജേഷ് മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ആർട്ട് ലാബ് ആരംഭിച്ചത്. പരിപാടിയുടെ ഭാഗമായി കുട്ടികളിൽ ലഹരിക്കും അക്രമത്തിനുമെതിരെ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിനായി വിദ്യാർത്ഥികൾ വരച്ച 1000 ചിത്രങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. കൂടാതെ ലഹരിക്കും അക്രമത്തിനുമെതിരെ കുട്ടികളുടെ ഒപ്പുശേഖരണവും നടത്തി. സ്കൂൾ മാനേജർ രമണി അശോകൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KS സന്ധ്യ, ഹെഡ്മിസ്ട്രസ് V ഇന്ദു, O അബ്ദുൾ സമദ്, അൻവർ റഷീദ്, MS അജിത തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ JRC കേഡറ്റുകൾ യുദ്ധത്തിനെതിരായി സമാധാന റാലി നടത്തി. വാർഡ് മെമ്പർ മോനിഷ രജീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VM അലി അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക മേഴ്സി ടീച്ചർ, JRC കൗൺസിലർ PK അബൂബക്കർ, സ്കൂൾ പ്രിൻസിപ്പൽ ജനീർ ലാൽ, അധ്യാപകരായ ജയശ്രീ, ദിവ്യ,
ശരണ്യ എന്നിവർ സംസാരിച്ചു. യുദ്ധത്തിനെതിരെയുള്ള പ്ലക്കാർഡുകളുമായി JRC കേഡറ്റുകളായ അക്ഷയ്, സച്ചിൻ, ഷാബിൽ, റൈഹാന, ദയ, നിവേദ്യ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. IDA കുന്നംകുളം ബ്രാഞ്ച് വുമൺ ഡെന്റൽ കൗൺസിൽ സഹകരണത്തോടെ സ്തനാർബുദ ബോധവൽക്കരണവും സ്ക്രീനിങ്ങും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ഡെന്റിസ്റ്റ് ഡേയും നടത്തി. അക്കാദമിക് സെഷനുകളുടെ ഭാഗമായി ഡോക്ടർ അനു, സിജി ചിറമ്മൽ, ഡോക്ടർ സിജി, നഴ്സ് ഷമീല എന്നിവർ വിവിധ ക്ലാസുകൾ നയിച്ചു. IDA സ്ത്രീശക്തി അവാർഡ് ഡോക്ടർ സാന്ദ്രയ്ക്കും ഡെന്റിസ്റ്റ് ഡേ അവാർഡ് ഡോക്ടർ സഞ്ജുവിനും യങ് ഡെന്റിസ്റ്റ് അവാർഡ് ഡോക്ടർ സാന്ദ്രയ്ക്കും നൽകി ആദരിച്ചു. WDC പ്രതിനിധി ഡോക്ടർ ശ്രുതി, ഡോക്ടർ അനുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,970 രൂപ, പവന് 1,19,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 290 രൂപ. ചരമം: കുന്നംകുളം ചിറളയം മുട്ടത്ത് തോമസ് മകൻ സുരേഷ് നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ നടത്തും. മോളി ഭാര്യയും രാഹുൽ, മരിയ എന്നിവർ മക്കളുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.